ഈ എപ്പിസോഡിൽ ഗവൺമെന്റ് സച്ചിക്ക് മാനനഷ്ടത്തിനായിട്ട് ഒരു വൻ തുക കൊടുക്കുന്നുണ്ട്. ട്രാഫിക് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണ അശ്രദ്ധക്കുറവുകൊണ്ടാണല്ലോ സച്ചിയുടെ വണ്ടി പിടിക്കേണ്ടി വന്നതും മറ്റുള്ളവർക്ക് മുന്നിൽ സച്ചി തലതാഴ്ത്തി നടക്കേണ്ടി വന്നതും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സച്ചിക്ക് ഒരു വൻ തുക ഓഫർ ചെയ്യാണ്. ഓഫർ ചെയ്യാന്നല്ല, സച്ചി അത് നിർബന്ധിച്ച് ഏൽപ്പിക്കുകയാണ്. ആദ്യം സച്ചി മടി കാണിച്ചെങ്കിലും പിന്നീട് എല്ലാവരും പറഞ്ഞു അത് സച്ചിക്ക് അവകാശപ്പെട്ട പണം തന്നെയാണെന്ന്. അങ്ങനെ എല്ലാവരുടെ നിർബന്ധം കൊണ്ടും സച്ചി ആ പണം വാങ്ങിക്കുന്നുണ്ട്. അത് സച്ചിക്ക് അവകാശപ്പെട്ട പണം തന്നെയാണ്. സച്ചിയുടെ കയ്യിൽ ഇപ്പൊ പണം എത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയുടെ മനസ്സ് ചെറുതായിട്ട് സച്ചിയുടെ മേലേക്ക് ചാഞ്ചാടാണ്. അപ്പോ ഈ എപ്പിസോഡിന്റെ ആദ്യത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിക്ക് ഒരു ഫോൺ വരുന്നതാണ്. ഫോൺ വരുന്നത് രേവതി കാണുന്നുണ്ട് കേട്ടോ. ഷോ, ഈ സച്ചേട്ടൻ ഇത് എവിടെ പോയി കിടക്കുക? എത്ര നേരമായി എന്നറിയാ ഫോൺ കിടന്ന് റിങ് ചെയ്യുന്നത്. സച്ചേട്ടാ സച്ചേട്ടാ. ആ രേവതി, എന്നെ വിളിച്ചോ? അപ്പൊ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് ഫോൺ എടുക്കാത്തത്? അത് പിന്നെ രേവതി, 2 ദിവസം മുന്നേ വരെ തെറിയുടെ അഭിഷേകമായിരുന്നു ഈ ഫോൺ എടുത്താല്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഫോൺ എടുക്കാൻ തോന്നുന്നില്ല രേവതി. സച്ചേട്ടാ, ഇങ്ങനെ ഫോൺ എടുക്കാതെ വന്ന ആരെങ്കിലും ട്രിപ്പിന് വിളിച്ച എങ്ങനെ അറിയാൻ പറ്റുക? അങ്ങനെ ഇനി ആര് വിളിക്കാനാ രേവതി? കുടിയന്റെ കാറിൽ ആരെങ്കിലും കേറൂ? ആ കഴിവേറി എന്റെ ഇമേജ് ഒക്കെ നശിപ്പിച്ചില്ലേ? അവൻ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങട്ടെ. ഇറങ്ങി വന്നേനെ ആവശ്യത്തിന് ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. സച്ചേട്ടാ, ഇനി ഒരു വഴക്കിന് പോണ്ട. സച്ചേട്ടൻ നിരപരാധിയാണെന്ന് നമ്മളെ തെളിയിച്ചതല്ലേ. അതുകൊണ്ട് സച്ചേട്ടൻ ഇനി ഒരുപാട് ട്രിപ്പ് കിട്ടും. ഇനി സച്ചേട്ടൻ ഫോൺ എടുക്കാതിരിക്കല്ലേ. നമ്മുടെ ജീവിതമാർഗം ഇതൊക്കെയല്ലേ. സച്ചേട്ടൻ അറിയാവുന്ന തൊഴിലും ഇതല്ലേ. എന്നാലും രേവതി, ഒരെന്നാലും ഇല്ല, സച്ചേട്ടൻ ആ ഫോൺ എടുക്ക്. ആദ്യം ഒന്ന് എടുക്കുന്നേ. ശരി, രേവതി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എടുത്തു. പിന്നെ ഇതും തെറിവിളിയാണെന്നുണ്ടെങ്കിലേ ഞാൻ പിന്നെ ഈ ഫോൺ തന്നെ എടുക്കത്തില്ല. ശരി, ഒന്ന് ആദ്യം എടുക്ക് സച്ചേട്ടാ. നിനക്ക് വേണ്ടി ഞാൻ എടുക്കാം. ഇത് പറഞ്ഞോണ്ട് സച്ചി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ, സച്ചിയല്ലേ? അതെ, സച്ചിയാണ്. എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. സച്ചിക്ക് വിരോധം ഇല്ലെങ്കിൽ എന്നെ ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? അയ്യോ മാഡം, എനിക്കെന്ത് വിരോധം? മാഡത്തിന് എവിടെ പോകേണ്ടത്? മാഡത്തെ എവിടുന്ന പിക്ക് ചെയ്യേണ്ടത്? അത് പിന്നെ ഞാൻ ഇവിടുത്തെ ജംഗ്ഷനിൽ തന്നെ ഉണ്ടാവും. സച്ചിയുടെ സ്ഥിരം കസ്റ്റമറാ ഞാൻ. പക്ഷേ എന്നെ സച്ചിക്ക് അത്ര പരിചയമില്ല. അയ്യോ, എന്റെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് വരും. ഓക്കെ സച്ചി, ഇനി സമയം വൈകിക്കണ്ട, പെട്ടെന്ന് ഇറങ്ങും. ശരി മാഡം, ഞാൻ എത്രയും പെട്ടെന്ന് എത്താം. ഇതും പറഞ്ഞ് സച്ചി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്റെ രേവതി കൊടുകൈ. എന്താ സച്ചേട്ടാ, ട്രിപ്പ് കിട്ടിയോ? കിട്ടി. അതെ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. പെട്ടെന്ന് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ശരി സച്ചേട്ടാ. അതെ, പുനർജന്മം പോലെയാ ഈ ജോലി തിരിച്ചു കിട്ടുന്നത്. ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് വേണം ഈ യാത്ര തുടരാൻ. ശരി രേവതി, നീ പറഞ്ഞാ പിന്നെ ഞാൻ ചെയ്യാതിരിക്കോ? ശരി. ഇതും പറഞ്ഞോണ്ട് സച്ചി അവിടുന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് സച്ചി ആ മാഡത്തെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ജംഗ്ഷനിൽ നിൽക്കുന്നതാണ്. അപ്പൊ തന്നെ സച്ചിയുടെ ഫോണിലേക്ക് കോള് വരുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ മാഡം. സച്ചിയുടെ കാർ ഞാൻ കണ്ടു. സച്ചി നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാനുണ്ട്. ശരി മാഡം, ഞാൻ അങ്ങോട്ട് എത്താം. ഇതും പറഞ്ഞ് സച്ചി അങ്ങോട്ട് വണ്ടി തിരിക്കാൻ കേട്ടോ. ആഹാ, മാഡം ആയിരുന്നോ? അതെ സച്ചി, ഞാൻ തന്നെയാ. ഇതിനു മുമ്പ് 1-2 തവണ ഞാൻ ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എന്നാലും സച്ചിയോട് കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ എങ്ങനെ പുറമെ ആരോടും അധികം സംസാരിക്കാറില്ല. അങ്ങനെ സംസാരിക്കാൻ എന്റെ അഹങ്കാരം സമ്മതിക്കാറില്ല എന്ന് വേണം പറയാൻ. പക്ഷെ സച്ചി എന്നെ ശരിക്കും ഞെട്ടിച്ചു. സച്ചി മാത്രമല്ല, സച്ചിയുടെ ബോൾഡായ ഭാര്യയും. ഒരിക്കലും സച്ചി ഭാര്യയെ കൈവിട്ട് കളയരുത് മാഡം. എന്റെ ഭാര്യ എനിക്കെല്ലാം. സത്യം പറഞ്ഞാൽ ഞാനൊരു കുടിയനായിരുന്നു. അവള് വന്നതിന് ശേഷം എന്നെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുത്തത്. ഇങ്ങനെ ഒരു ഭാര്യ കൂടെ ഉണ്ടാകുന്നത് സച്ചിയുടെ ഭാഗ്യ. എനിക്കുണ്ടായിരുന്ന ഒരു ഭർത്താവ്, അയാൾ ഉള്ള പണം വെച്ച് കുടിച്ച് നശിച്ചു. ഇപ്പൊ ഞാനും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ. മക്കളുണ്ടാക്കിയ സാമ്രാജ്യത്തില് ഞാനിപ്പോ വിലസുവാ. ഇതിലൊന്നും ഒരു സന്തോഷമില്ല. എന്നാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അല്ല, മാഡത്തിന്റെ വീട് എവിടെയാ? ജംഗ്ഷനിൽ തന്നെയാ? അതെ, ഇവിടെ അടുത്ത് തന്നെയാ. മാഡത്തിന്റെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവരൊക്കെ വിവാഹം കഴിച്ചു, പുറമെ സെറ്റിൽഡാ. എനിക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടും പോവാൻ തോന്നില്ല. അല്ലേനും മാഡം, ഈ നാടൊക്കെ വിട്ടിട്ട് പുറത്ത് പോയി കഷ്ടപ്പെട്ട് ഒരുപാട് പണം ഉണ്ടാക്കിയിട്ട് എന്ത് സന്തോഷം ഉണ്ടാവാനാ ലൈഫില്? ജീവിക്കുകയാണെങ്കിൽ കുടുംബത്തോടെ ഒരുമിച്ച് ജീവിക്കണം. അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാ. എന്റെ കുടുംബം കൂട്ടുകുടുംബാ. എന്റെ വീട്ടിൽ 3 ആൺപിള്ളേരാ. 3 പേര് വിവാഹം കഴിച്ചു. ഞാനാണ് രണ്ടാമത്തത്. എനിക്കൊരു ചേട്ടനും അനിയനും ഉണ്ട്. ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ കഴിയുന്നത്. അതുപോലുള്ള ഒരു ലൈഫിന് ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് സച്ചി. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സച്ചി. എനിക്ക് ഇവിടെ വരെ മതി. ഇവിടെ എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഇവിടെ എന്റെ ബ്രദർ ഉണ്ട്. തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഒരുമിച്ച് വരാം. ഇനി എനിക്ക് എവിടെയെങ്കിലും പോവാനുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എന്നെ സച്ചിയെ വിളിക്കുന്നുണ്ട്. ശരി മാഡം, മാഡത്തിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ട്രിപ്പിലല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എത്തിയിരിക്കും. പിന്നെ സച്ചി, ഓൾ ദ ബെസ്റ്റ്. എന്തിനാ മാഡം? വേറൊന്നും അല്ല, ഇപ്പൊ പഴയ പോലെ ഒരു ഡ്രൈവർ അല്ല നീ. ഇപ്പൊ ജനങ്ങളിലെ വിശ്വസ്തനാ. അതുകൊണ്ട് വിശ്വസ്തനായ പുതിയ തുടക്കമാണ് സച്ചിയുടേത്. അതുകൊണ്ടാ പറഞ്ഞത് ഓൾ ദ ബെസ്റ്റ് എന്ന്. ഇനി അങ്ങോട്ടുള്ള യാത്ര സന്തോഷാവട്ടെ. ശരി മാഡം, താങ്ക്സ്. ദാ സച്ചി, ഇത് വെച്ചോ. അയ്യോ,
ഇത് ഒരുപാടുണ്ടല്ലോ മാഡം. ഒരുപാടൊന്നും ഇല്ല സച്ചി, ഇത് കുറച്ചേ ഉള്ളൂ. ഇത് തന്നത് എന്തിനാണെന്നറിയോ? സച്ചിക്ക് വെറുതെ തന്നതല്ല. ഞാൻ പുതിയൊരു ഓഫീസ് ഇടുന്നുണ്ട്, അതിന്റെ ഇനോഗ്രേഷനാ ഈ വരുന്ന മൺഡേ. അവിടേക്ക് എനിക്ക് കുറച്ച് പൂമാല വേണം. ഞാൻ അവിടുത്തെ ഫോട്ടോ ഒക്കെ സച്ചിയുടെ ഫോണിലേക്ക് ഷെയർ ചെയ്യാം. സച്ചിയുടെ ഭാര്യയോട് പറഞ്ഞ് നല്ല ഭംഗിയാക്കി തരാൻ പറയണം. അയ്യോ മാഡം, ഭംഗിയാക്കിയാലേ എനിക്കത് ഇഷ്ടപ്പെട്ടാൽ സച്ചിയുടെ ഭാര്യ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ഞാൻ അവക്ക് കൊടുക്കും. ഇത് അഡ്വാൻസ് ആക്കി വെച്ചാ മതി, ബാക്കി ഞാൻ അന്ന് തന്നെ തരാം. മൺഡേയിലേക്ക് എല്ലാം റെഡിയാക്കാൻ പറയണം. ശരി മാഡം. എന്നാ ശരി സച്ചി. ഇതും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവിടുന്ന് കയറി പോകുന്നുണ്ട് കേട്ടോ. സച്ചിക്കാണെങ്കിൽ വലിയ സന്തോഷാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സച്ചി അവിടുന്ന് വണ്ടി തിരിക്കുന്ന സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് വേറൊരു കോൾ വരുന്നത്. ഹലോ സച്ചി, ഒരു ട്രിപ്പ് പോകണമായിരുന്നു. എവിടെയുള്ളത്? എന്താടാ, എന്തായാലും അത്യാവശ്യട്ടോ? ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. എന്നാ പിന്നെ നീ സ്കൂളിന്റെ അടുത്തോട്ട് പെട്ടെന്ന് വാ. ആ ശരിയടാ, അത്യാവശ്യമൊന്നുമില്ല, നീ പതുക്കെ വന്നാ മതി. ശരി. ഇത് പറഞ്ഞ് സച്ചി വണ്ടി തിരിക്കുന്ന സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് വേറൊരു കോൾ വരുന്നത്. ഷോ, ഇതിപ്പോ കോളോട് കോളാണല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ സച്ചി, ദേ ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറൊരു ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുക. ഒരു 4:30 ശേഷം ഫ്രീ ആവും, അപ്പം മതിയോ? സച്ചി, ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI വിളിക്കുന്നത്. അയ്യോ SI? എന്താ സാറേ? അത് പിന്നെ സച്ചി എത്രയും പെട്ടെന്ന് ഒന്ന് സ്റ്റേഷനിൽ എത്തണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? ഏയ്, ഒരു പ്രശ്നമില്ല. സച്ചി എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വാ. സച്ചിയെ കാണാൻ വേണ്ടി ചില വിശിഷ്ട വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ആരാ സാറേ? വലിയ വലിയ നിലയിലുള്ളവരാ. ഏതായാലും സച്ചി അവർക്കൊന്ന് കാണണം. സച്ചി എത്രയും പെട്ടെന്ന് വാ. ശരി സാറേ. ഇതും പറഞ്ഞ് കട്ട് ചെയ്ത പാടെ തന്നെ സച്ചി നേരെ മഹേഷിനെ വിളിക്കുന്നുണ്ട്. ഹലോ, എന്താണ് സച്ചി? മഹേഷ്, ഞാൻ നിനക്കൊരു ഓട്ടം തരാം, നീ എത്രയും പെട്ടെന്ന് ആ ഓട്ടോ എടുക്ക്. അതെന്തു പറ്റി? നീ എടുത്തോ, നിനക്കിപ്പൊ കിട്ടി തുടങ്ങുന്നല്ലേ ഉള്ളടാ. അതല്ല, എനിക്കൊന്ന് സ്റ്റേഷൻ വരെ പോകണം. നീ അത് തൽക്കാലം ഒന്ന് ഹാൻഡിൽ ചെയ്യ്. എന്തു പറ്റിയടാ? സ്റ്റേഷനിലേക്ക് എന്തിനാ പോകുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നും ഇല്ലെന്നാ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോ പറഞ്ഞത്. ആരോ എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന്. ഒന്ന് കണ്ടിട്ട് മുഖം കാണിച്ച് ഞാൻ പെട്ടെന്ന് വരാം. ശരി എന്നാ. എടാ ശ്രദ്ധിച്ചേക്കണേ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. ആടാ, വിളിക്കാം. ഇത് പറഞ്ഞ് സച്ച് ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലോട്ട് വണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സ്റ്റേഷനിലാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ചന്ദ്രമതിയും രവിയും നിൽക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് ശ്രീകാന്തും ഉണ്ട്, രേവതിയും ഉണ്ട്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്റെ രവിയേട്ടാ, ആ സച്ചി കാരണം നമ്മൾ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു. ഇതൊക്കെ ചുറ്റിലുള്ളവരറിഞ്ഞ നാണക്കേടാ. എന്റെ ചന്ദ്ര, നീയൊന്ന് അടങ്ങ്. ആദ്യ കാര്യം എന്താന്ന് അറിയട്ടെ. അവര് നമ്മളെ പിടിച്ചോണ്ട് വന്നതൊന്നും അല്ലല്ലോ. ശ്രീകാന്ത് പറഞ്ഞിട്ട് നമ്മൾ വണ്ടിയും കയറി ഇവിടേക്ക് വന്നതല്ലേ. പിടിച്ചോണ്ട് പോണെങ്കിൽ അവര് വണ്ടിയായിട്ട് അങ്ങോട്ട് വരും. പിന്നെ ഇതെന്താ ഇത്ര നേരമായി ഇങ്ങനെ കുത്തനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഈ SI ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല. കണ്ടില്ല അവന്റെ മുഖം. ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നുന്നത്. ചന്ദ്രേ, ഒന്ന് പതുക്കെ പറ. ഇതെങ്ങാനും അവര് കേട്ടാ നിന്നെ ലോക്കപ്പിലടിക്കും. അടക്കട്ടെ, അത് തന്നെയാ നല്ലത്. ഇതിനേക്കാൾ ഭേദം അതാണ്. ഇവന് നമ്മൾ ഓരോ ദിവസവും ശിക്ഷിച്ചോണ്ടിരിക്കുവാണല്ലോ രവിയേട്ടാ. ചന്ദ്രേ, നീയൊന്ന് ക്ഷമിക്ക്. കാര്യം അറിയാതെ അതും ഇതും പറയലേ. ആ സമയത്ത് ശ്രീകാന്ത് ഓടി അകത്തേക്ക് വരുന്നുണ്ട്. അച്ഛാ, സച്ചേടൻ വരുന്നുണ്ട്. അവനെത്തിയോ? പെട്ടെന്ന് ഇങ്ങനെ കയറി വരാൻ പറ. വരുന്നുണ്ട്. അങ്ങനെ സച്ചയാണെന്നുണ്ടെങ്കിൽ മൂളിപ്പാട്ടും പാടിക്കൊണ്ട് കയ്യിൽ ആ കീച്ചെയിനും വെച്ചിട്ട് അകത്തോട്ട് കയറി വരണ്ടോ. ആ സമയത്ത് അച്ഛനെ അമ്മയും രേവതിയൊക്കെ കാണുന്നത്. ഇത് കണ്ടപ്പാടത്തിന് സച്ച ഒരു നിമിഷം അവിടെ സ്റ്റക്ക് ആവുന്നുണ്ട്. ഇവരെന്താ ഇവിടെ? എല്ലാരും ഉണ്ടല്ലോ. ഇനി എന്തെങ്കിലും പ്രശ്നം കാണോ? സച്ചേട്ടൻ അവിടെ തന്നെ നിൽക്കുന്ന കണ്ടപ്പോ ശ്രീകാന്ത് ഓടി വരുന്നുണ്ട്. എന്റെ സച്ചേട്ടാ, നേരം വൈകി വന്നതും പോരാ, അവിടെ തന്നെ നിൽക്കുവാണോ? എടാ ശ്രീകാന്തെ, നിങ്ങളെന്താ ഇവിടെ? അതൊക്കെ പറയാ സച്ചേട്ടാ, ആദ്യം SIയുടെ അടുത്തേക്ക് വാ. എടാ ശ്രീകാന്തെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയടാ. ഒരു പ്രശ്നമില്ല, സച്ചേട്ടൻ ഒന്ന് വന്നേ. അച്ഛാ, അമ്മേ, രേവതി വാ. രേവതി, എന്താ ഇത് രേവതി? എനിക്കൊന്നും അറിയില്ല സച്ചേട്ടാ. SI പെട്ടെന്ന് വരാൻ പറഞ്ഞു. വരാൻ നിൽക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ നിന്ന് ഒരു വണ്ടി അയച്ചേക്കാ, കാറ്. ആ കാറിലാ നമ്മൾ വന്നത്. എന്തൊക്കെയാ പറയുന്നേ? സച്ചിയേട്ടനൊന്ന് പേടിക്കാതിരിക്കേ, ഒന്ന് വന്നേ. അങ്ങനെ SIയുടെ മുറിയിലോട്ട് കയറുന്നു കേട്ടോ. അങ്ങനെ സച്ചിയെ കണ്ട പാടത്തിന് SI ഒന്ന് എഴുന്നേൽക്കുന്നുണ്ട്. സച്ചി ഇവിടെ അടുത്തൊന്നും അല്ലായിരുന്നു. ഞാൻ വിളിച്ചിട്ട് ഒരു അരമണിക്കൂർ ആയല്ലോ. അത് പിന്നെ അതൊക്കെ വിട്. സച്ചിയും ഫാമിലിയും വാ. എങ്ങോട്ടാ സാർ? എന്താ കാര്യം? ആരും ഒന്നും പറയുന്നില്ലല്ലോ. വാ സച്ചി, കാര്യമൊക്കെ വഴിയെ പറയാം. ഇത് കേട്ടപ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ദേ, നമ്മൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? തോക്കിക്കൊല്ലാനാണോ? ഇവനെ ജനിപ്പിച്ചത് നമ്മളാണല്ലോ. എന്റെ ചത്രേ, നിന്റെ വാ മൂടി വെക്കാനല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഇനി വാ തുറന്നിട്ട് വേണ്ട. എനിക്ക് പേടിയാവുന്നു. നമ്മുടെ കൂടെ ശ്രീകാന്തും ഉണ്ടല്ലോ. എല്ലാം ഇവളെ ഒറ്റ ഇവളല്ല അതൊക്കെ തെളിയിക്കാൻ പോയത്. ഇനിയിപ്പൊ രേവതി മോളുടെ തലയിലോട്ട് കയറ്. നീ ഒന്ന് വന്നേ. അങ്ങനെ അവര് കയറി ചെല്ലുന്നത് നല്ലൊരു മുറിയിലോട്ടാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറിയതും അവിടെ 4 ആളുകൾ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ SI പറയുന്നുണ്ട്, സച്ചി, ഇവര് നിനക്കൊരു സംഭവം തരാൻ വേണ്ടി വന്നതാ. എനിക്കോ? എന്ത്? അപ്പൊ അതിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറയുന്നുണ്ട്, സച്ചി, നീ ഒരു വിശ്വസ്തനായ ഡ്രൈവറാണ്. നിന്നെപ്പോലുള്ള ഡ്രൈവർമാരാണ് നമുക്ക് ആവശ്യം. സച്ചി ഒരിക്കലും മദ്യപിച്ച് വണ്ടി ഓടിക്കാറില്ല. സച്ചിയെക്കുറിച്ച് ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചു. സച്ചി ഒരു നല്ല മനുഷ്യനാ.
ഒരുപാട് പാവങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോഴാ സച്ചി ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. സോറി സച്ചി, ഞങ്ങളെ ക്ഷമ ചോദിക്കുന്നു. ഗവൺമെന്റിന്റെ ചില വീഴ്ചകളാണ് ഇതൊക്കെ. ട്രാഫിക് പോലീസ് അപ്പൊ തന്നെ വണ്ടി പിടിച്ചെടുക്കുന്നതിന് പകരം ഒന്ന് അന്വേഷിക്കണമായിരുന്നു. 2 ദിവസം സച്ചി എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു. തല പൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. സച്ചിയുടെ ജീവിത മാർഗം ഞങ്ങൾ കാരണം വഴിമുട്ടിച്ചു. സച്ചിയുടെ ലൈസൻസ് കട്ടാക്കി. അങ്ങനെ പല കാര്യങ്ങളും എഡിറ്റിംഗ് വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം. അതിന്റെ പുറത്തുണ്ടായ മാനനഷ്ടം അത് എത്രത്തോളം വിലമതിക്കുന്നതാണെന്നറിയോ? 2 ദിവസം ഒന്നും അന്വേഷിക്കാതെയാ സച്ചിയെ കുറ്റപ്പെടുത്തിയതും സച്ചിയുടെ വണ്ടി പിടിച്ചതും. അതിനുവേണ്ട നടപടികളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ പോലീസുകാരൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുക. അയ്യോ, അതിനൊന്നും ആവശ്യമില്ലായിരുന്നു സർ. എന്നിട്ടെന്തിനാ അവര് വീണ്ടും ഇതുപോലെ തന്നെ തുടരണോ? അവർക്കൊരു പാടാവട്ടെ. പിന്നെ സച്ചി, തിരക്കുകളുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യങ്ങൾ? എന്ത് സർ പറയുന്നത്? ഇത് കേട്ടപാടെ അവർ എസ്ഐയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. സർ ഒന്നും പറഞ്ഞില്ലേ? അത് പിന്നെ സച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഓ അങ്ങനെ, എന്നാ പിന്നെ ആവട്ടെ. സച്ചി, ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് സച്ചിക്കൊരു തുക കൈമാറാനാ. തുകയോ? എനിക്കെന്തിനാ തുക? അത് സച്ചിക്ക് അവകാശപ്പെട്ടതാ. സച്ചിയുടെ മാനനഷ്ടത്തിന് ഗവൺമെന്റ് തരുന്ന തുകയാ. അത് സച്ചി സന്തോഷത്തോടെ വാങ്ങിക്കണം. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ആ വീഡിയോ പ്രചരിച്ചുകൊണ്ട് തന്നെ പഴയ പോലെയുള്ള ഓട്ടങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. സച്ചി, ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. അതുകൊണ്ട് അർഹിക്കുന്ന പണം ഗവൺമെന്റ് തരും. അത് സച്ചിക്ക് അർഹതപ്പെട്ടതാ. അത് സച്ചി ഏൽപ്പിക്കാന്നുള്ളത് മാത്രമാ ഞങ്ങളുടെ ദൗത്യം. അതെന്ത് ചെയ്യണം എന്നുള്ളത് സച്ചിക്ക് തീരുമാനിക്കാം. അതെങ്ങെടുത്തേ. അയ്യോ, എനിക്കൊന്നും വേണ്ട. ഇത് കേട്ടപ്പോ ചന്ദ്രമതിയുടെ മുഖത്തുള്ള ഒരു പ്രകാശം. എന്റെ രവിയേട്ടാ, ഇവന് വല്ല മറ്റ്കാപ്പിച്ചയും കൊടുത്ത് ഒതുക്കാന്ന് കരുതി കാണും. ചന്ദ്രേ, അവരെത്ര വേണമെങ്കിലും കൊടുക്കട്ടെ. അതിലെന്തിനാ നീ കയറി ഇടപെടുന്നത്? ഈ നക്കാപ്പിച്ച കൊടുക്കാൻ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്? നിനക്കിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ടാ ഇത് വേണ്ടാന്ന് പറയണ്ട. കാരണം ഇത് സച്ചേട്ടൻ അർഹതപ്പെട്ടതാ. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഒരു പ്രത്യുപകാരാണെന്ന് കരുതിയാൽ മതി. എടാ, എനിക്കിതിന്റെ ആവശ്യമില്ല. ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിച്ചോളാം. സച്ചേട്ടാ, പോലീസ് പറഞ്ഞല്ലോ, ഇത് ഏൽപ്പിക്കേണ്ട അവകാശം മാത്രമേ അവർക്കുള്ളൂ. ആ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് സച്ചേട്ടനാ തീരുമാനിക്കേണ്ടത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ സച്ചേട്ടാ. എന്തായാലും സച്ചേട്ടൻ ഇപ്പൊ നിറഞ്ഞ മനസ്സോടെ അതങ്ങ് വാങ്ങിക്കി. രേവതി, സച്ചേട്ടാ ഇത് സച്ചേട്ടൻ അവകാശപ്പെട്ട പണമാ. സച്ചേട്ടൻ വാങ്ങിക്കണം എന്ന് തന്നെയാ എന്റെ ആഗ്രഹം. ഇത് കേട്ട ചന്ദ്രമതി ഉറക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ പറയുന്ന കേട്ടാ തോന്നിയല്ലോ ലക്ഷങ്ങളാണ് സച്ചിക്ക് കൊടുക്കുന്നതെന്ന്. ഇത് കേട്ടപ്പോ ആ രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ട്, അതെ മാഡം, ലക്ഷങ്ങൾ തന്നെയാ സച്ചിക്ക് കൊടുക്കുന്നത്. സച്ചി ഇത് വാങ്ങിക്ക്. ഇതിൽ 20 ലക്ഷം ഉണ്ട്. ബാക്കി കുറച്ചുകൂടി സച്ചിക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് കേട്ടപ്പോ ചന്തയുടെ ബോധം പോവാണ് കേട്ടോ. 20 ലക്ഷത്തിന് പുറമെ ഇനി അവന് കിട്ടാനുണ്ടെന്നോ? ഇതും പറഞ്ഞുകൊണ്ട് താഴെ വീടാണ് കേട്ടോ ചന്ദ്രമതി. അയ്യോ അമ്മേ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എനിക്കെന്തിനാ സാർ 20 ലക്ഷം? അതൊക്കെ സച്ചിയുടെ ഇഷ്ടം. അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് സച്ചിയാണ്. എന്നാ പിന്നെ എസ് ഐ സാറേ, ഞങ്ങൾ ഇറങ്ങട്ടെ. സച്ചി എന്നാ ശരി. ശരി. അങ്ങനെ ചന്ദ്രമതിയുടെ മുഖത്ത് വെള്ളം കുടയുന്നുട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്രമതിക്ക് ബോധം വരുന്നുണ്ട്. അപ്പൊ രവി ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രവിയേട്ടാ, നീ നാണം കെടുത്തിയല്ലോ ചന്ദ്രേ. അത് പിന്നെ എനിക്കൊന്ന് തലമിന്നിയതാ, അല്ലാതെ അവൻ അത്രയും പണം കിട്ടിയതുകൊണ്ടല്ല. എന്നാലും സച്ചിക്ക് അത്രയും പണം കിട്ടിയല്ലേ? കിട്ടി. എന്നാ സച്ചി പറയുന്നുണ്ട് കേട്ടോ, എസ് ഐ സാറേ എനിക്ക് ഈ പണമൊന്നും വേണ്ട. ഇത് അർഹതപ്പെട്ട കൈകളിലേക്കൊക്കെ എസ് ഐ സാർ എന്നെ എത്തിച്ചോ. എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? സാധാരണ ഇങ്ങനെയൊക്കെ പണം കിട്ടിയാൽ എന്തൊരു സന്തോഷത്തോടെ ആളുകൾ അത് സ്വീകരിക്കും. അവർക്ക് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം. എന്നാലും സച്ചിയെ പോലെ ചിന്തിക്കുന്നവർ വളരെ ചുരുക്കം മാത്രമായിരിക്കും. സർ, എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധാരണ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ മതി. ഈ പണമൊന്നും എനിക്ക് ആവശ്യമില്ല സർ. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ടാ ജീവിതം മുന്നോട്ട് കിടക്കുക. സച്ചേട്ടൻ ഈ പണം വാങ്ങിക്കണം എന്നാ എന്റെ അഭിപ്രായം. അപ്പൊ എസ് ഐ സാർ പറയുന്നുണ്ട്, എന്റെയും അഭിപ്രായം അത് തന്നെയാണ്. സച്ചിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. സച്ചിനെ ഇതിൽ നിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ സച്ചിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. സച്ചി ഇവിടെ ഒന്നൊരു ഒപ്പിട്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. പിന്നെ സച്ചി, നീ ആന്റണിയെ തല്ലിയ വിവരം ആരും അറിയില്ല. അങ്ങനെ തല്ലിയ വിവരം അറിഞ്ഞാൽ സച്ചിക്ക് ചിലപ്പോൾ ഇത് കിട്ടിയെന്ന് വരില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ സച്ചി പറയുന്നുണ്ട്, സോറി സർ. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ സച്ചി പറയുന്നുണ്ട്, സാറിന് ഇതിന്ന് എനിക്കൊന്നും വേണ്ട. ഇത് സച്ചിക്ക് അവകാശപ്പെട്ട പണമാ. സച്ചി ഇത് ചെലവഴിക്കണം. ശരി സർ. അങ്ങനെ ഇവരെല്ലാരും കൂടി പോവാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ കയ്യിലുള്ള ബാഗിലോട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ചന്ദ്രേ, നീ എന്താ പണം കാണാത്ത പോലെ സച്ചിയുടെ കയ്യിലോട്ട് എന്നെ നോക്കി നിൽക്കുന്നത്? അത് പിന്നെ അച്ഛാ, അമ്മ അങ്ങനെയാണല്ലോ, പണമുള്ള സ്ഥലത്തേക്ക് ചാഴുന്നത്. അങ്ങനെ ചാഴിഞ്ഞാലല്ലേ അമ്മക്ക് ഉപകാരം ഉണ്ടാവൂ. ചന്ദ്രേ, നിന്നെ പറ്റി ഇവ പറയുന്നത്. അവൻ എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറയട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ അവര് വീടെത്തുന്നുണ്ട് കേട്ടോ. എത്തിയ പാടത്തിന് ചന്ദ്ര സന്തോഷത്തിൽ ഓടി ചെല്ലുന്നുണ്ട്. ശ്രുതി 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 വർഷേ, ഒന്നിങ്ങ് വന്നേ എല്ലാരും. എന്താ അമ്മേ? വാന്നേ. അതെ, പോയിട്ട് ശ്രുതി ജ്യൂസ് എടുത്തോണ്ട് വാ. ഞങ്ങളൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. രേവതി വന്നിട്ടുണ്ടല്ലോ, രേവതിയോട് പറഞ്ഞാ പോരെ? പറ്റില്ല,
നീ വേണം ജ്യൂസ് എടുത്തോണ്ട് വരാൻ. രേവതി കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ട കുന്തപോലെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിന്റെ കാര്യം മനസ്സിലാവാണ്. അപ്പൊ വർഷം വയ്ക്കുന്നുണ്ട്, ശ്രീകാന്ത് എന്താ സംഭവിച്ചേ? അതൊക്കെ ഇപ്പൊ പറയും, നീ കേട്ടോ. അമ്മ, ഇവൻ ജയിലിൽ കയറ്റിച്ചിട്ട് എന്താ ഉണ്ടായത്? എടാ സുധി, എന്റെ സച്ചിമോൻ ജയിലിൽ കയറ്റിച്ചതേ നല്ലൊരു കാര്യത്തിനാ. സച്ചിമോനോ? ആ, അവൻ എന്റെ മകനല്ലേ. 10 മാസം വയറ്റിൽ കിടന്ന് ചുമന്ന് പ്രസവിച്ചതാ ഞാൻ അവനെ. അയ്യേ എന്റെ ചന്ദ്രയെ, കഷ്ടം. നിങ്ങളൊന്നും മിണ്ടാതിക്ക് രവിയേട്ടാ. ആന്റി, ജ്യൂസ് എല്ലാവർക്കും കൊടുക്ക്. ആദ്യം രേവതിക്കും സച്ചിക്കും കൊടുക്ക്. ആന്റി കൊടുക്കില്ലേ? കൊടുക്ക അങ്ങോട്ട്. കൊടുക്കാം. അങ്ങനെ ജ്യൂസ് അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയ്ക്ക് പെട്ടെന്നൊരു മാറ്റം വന്ന് നോക്കിയേ. പണം വന്നപ്പോൾ ഈ മരത്തിലോട്ട് ചായ. എന്തെങ്കിലും ആവട്ടെ, മിണ്ടാതിരിക്കി. എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ട്, എന്റെ സച്ചിമോനെ ഇന്ന് മുതലേ കോടീശ്വരനാ. കോടീശ്വരനോ? അമ്മ ഇതെന്തൊക്കെയാ അമ്മ പറയുന്നേ? ഇത് പറഞ്ഞ് ശ്രുതി ചിരിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ നിൽക്കുന്നുണ്ട്. നീ കളിയാക്കണ്ട. ഇവനെ ഗവൺമെന്റ് നഷ്ടപരിഹാരമായിട്ട് 20 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഈ ബാഗ് നിറയെ പണമാ. 20 ലക്ഷോ? അവന് മാനനഷ്ടം ഉണ്ടായില്ലേ, അതിന് പകരം കൊടുത്തതാ. ഇനിയും കിട്ടാനിരിക്കുക. അയ്യോ, 20 ലക്ഷം മാനം നഷ്ടപ്പെട്ടതിനോ? അതേടാ, ജോലിക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ വല്ലത് ചെയ്യാൻ നോക്ക്. എന്റെ രേവതി, എന്തൊക്കെയാ അമ്മ കാട്ടി കൂട്ടുന്നത്. എന്തായാലും നിങ്ങളുടെ അമ്മ ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ട്. രേവതി മോളെ, നിന്റെ വീട്ടിലൊന്ന് പോവണം. നിന്റെ അമ്മയും അനിയത്തിയും അനിയനൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി. അവരോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയുന്നേ. അമ്മയ്ക്കതിന് അവരിങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലല്ലോ. ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന്? ഇന്ന് മുതൽ എനിക്കിഷ്ടാ. അവരോട് വരാൻ പറ. ശരി അമ്മേ. പിന്നെ സച്ചി, ഇന്ന് എന്റെ മോൻക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അമ്മയുണ്ടാക്കും. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം അമ്മയുണ്ടാക്കുമെന്നോ? അതേന്നേ. ഞാനേ കിച്ചണിൽ കയറട്ടെ. ഇതും പറഞ്ഞ് ചന്ദ്രമതി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രവി പറയുന്നുണ്ട്, ഇതൊക്കെ കാണാനല്ലോ സച്ചി, നിന്റെ അമ്മയ്ക്ക് വന്നൊരു മാറ്റം. പണം ഉണ്ടായപ്പോ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലേ അച്ഛാ? ഈ പണം പോയാ അവള് നേരെ തിരിച്ച് ഓന്ത് മാറുന്ന പോലെ മാറും. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി 20 ലക്ഷം മാനനഷ്ടത്തിന് അവന് കൊടുത്തുന്നു. പക്ഷെ എല്ലാവരുടെ മുന്നിൽ അവൻ നിരപരാധിയെന്ന് തെളിച്ചില്ലേ? പക്ഷെ അത് ഗവൺമെന്റ് അല്ലല്ലോ ശ്രുതി തെളിയിച്ചത്, അവന്റെ ഭാര്യയല്ലേ. അതുകൊണ്ട് അവന് ഇതൊക്കെ കിട്ടിയത്. എങ്ങനെ വന്നാലും അവരുടെ ഭാഗത്താ വിജയം. ശ്രുതി, നമ്മുടെ കയ്യിൽ 50 ലക്ഷം ഇല്ലേ? പക്ഷെ എന്താ കാര്യം? അവനെ ഇനിയും കിട്ടാനാ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. എന്താ ചെയ്യാ? ഓക്കെ, അങ്ങനെ ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അടുക്കളയില്. ഇനി ഏതായാലും നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാട്ടോ വരാനിരിക്കുന്നത്. ഇതിന് ബാക്കി അടിപൊളി എപ്പിസോഡാണ്. അപ്പൊ ഇത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ഇതിന്റെ ബാക്കി കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കട്ടെ. അപ്പോൾ ബൈ ഗൈസ്.